നമസ്തേ. ഇന്ത്യയുടെ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ് 2008 നവംബർ 26 മുംബൈയിൽ 166 പേരുടെ ജീവനെടുത്ത പാകിസ്ഥാനിലെ ഇസ്ലാമിക ഭീകരരുടെ ആക്രമണം. ഈ സംഭവം നടന്ന ഉടനെ മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ് ഒരു പുസ്തകം എഴുതി. 26/11 ആൻ RSS കോൺസ്പിറസി, അതായത് 26/11 RSS ഗൂഢാലോചനയോ, ഇതായിരുന്നു പുസ്തകത്തിന്റെ പേര്. ഹിന്ദിയിലായിരുന്നു ഈ പുസ്തകം എഴുതിയത്. അതിന്റെ ഹിന്ദി തലക്കെട്ട് 26/11 RSS കി സാസിഷ് എന്നും. ഈ ആക്രമണത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തെ വെള്ളപൂശിക്കൊണ്ട്, പാകിസ്ഥാനെ വെള്ളപൂശിക്കൊണ്ട് ഇത് RSSന്റെ ആക്രമണമായിരുന്നു എന്ന രീതിയിൽ കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയത് എന്തിനാണ് എന്ന ചോദ്യം ഇന്ത്യയിൽ ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഒരുപക്ഷെ ഇതിന് പിന്നിലെ ഇസ്ലാമിക ശക്തികളെ കണ്ടെത്താൻ കഴിയാതെ പോയിരുന്നുവെങ്കിൽ തീർച്ചയായും RSSന്റെ മേൽ പട്ടം ചാർത്തുമായിരുന്ന ഒരു ആക്രമണം തന്നെയായിരുന്നിരിക്കാം ഇത്. ഇന്ന് തഹാവൂർ ഹുസൈനെ ഇന്ത്യ വാങ്ങിയ ശേഷം ചർച്ചയാകുന്ന ഒന്നുണ്ട്. ആരുടെ അച്ചാരം വാങ്ങിയായിരുന്നു ദിഗ്വിജയ് അങ്ങനൊരു പുസ്തകം എഴുതിയത് എന്ന് നമുക്കറിയുന്ന ഒന്ന് തന്നെയാണ് ഇനി പറയാനും പോകുന്നത്. പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI പ്രത്യേകം പരിശീലനം നൽകി അയച്ച ലഷ്കർ-ഇ-തയ്ബ എന്ന ഭീകര സംഘടനയിലെ അംഗങ്ങളായിരുന്നു ഈ ആക്രമണം നടത്തിയത്. 10 ലഷ്കർ-ഇ-തയ്ബ ഭീകരർ ഒരു ബോട്ട് വഴി പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നും മുംബൈയിൽ പുറംകടൽ വഴിയാണ് മുംബൈ നഗരത്തിലേക്ക് ആയുധങ്ങളുമായി കയറിയത്. തുടർന്ന് മുംബൈ നഗരത്തിലെ 4 ബോംബ് സ്ഫോടനവും തുടർച്ചയായ വെടിവയ്പും നടത്തി. 166 പേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. മുംബൈയിലെ ടാറ്റയുടെ താജ് ഹോട്ടൽ വരെ അന്ന് ആക്രമിക്കപ്പെട്ടിരുന്നു. ഇത് RSSന്റെ ആക്രമണമായിരുന്നു എന്ന രീതിയിൽ ഈ ആക്രമണത്തെ വെള്ളപൂശിക്കൊണ്ട് കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ് പുസ്തകം എഴുതി. ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരാണെന്ന് പറഞ്ഞ് കോൺഗ്രസുകാരും ജിഹാദി ബുദ്ധിജീവികളും ഇടതുപക്ഷ എഴുത്തുകാരും ചാടി വീഴുകയും ചെയ്യും. വാസ്തവത്തിൽ പാകിസ്ഥാനെ ഈ ആക്രമണത്തിൽ നിന്നും വെള്ളപൂശിയെടുക്കുക എന്നതായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ ലക്ഷ്യം എന്നത് വ്യക്തമാണ്. കോൺഗ്രസിൽ പാകിസ്ഥാൻ ചാരന്മാരായി അറിയപ്പെടുന്നവരാണ് ദിഗ്വിജയ് സിംഗും മണിശങ്കർ അയ്യരും P ചിദംബരവും. എല്ലാ കാലത്തും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തേണ്ടി വരുന്ന അവസരങ്ങളിൽ ഇവർ സത്യത്തെ വളച്ചൊടിച്ച് പാകിസ്ഥാൻ അനുകൂലമായ അജണ്ട അതിവിദഗ്ധമായി അവതരിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പലപ്പോഴും സത്യത്തെ വെല്ലുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവർ ചമയ്ക്കുന്ന നുണക്കഥകൾ സത്യത്തെ വെല്ലുന്നതാണ് എന്നതാണ് വസ്തുത. വെടിയേറ്റ് മരിച്ച മഹാരാഷ്ട്ര ഭീകരവാദ വിരുദ്ധ സെൽ മേധാവിയായ ഹേമന്ത് കാർക്കറെ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ദൈവമാണെന്നാണ് മുംബൈയിലെ മുസ്ലിം ജിംഖാന ക്ലബിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത്. അന്ന് ഹേമന്ത് കാർക്കറയെ വെടിവെച്ച് കൊന്നത് RSS ആണെന്നായിരുന്നു ദിഗ്വിജയ് സിംഗിന്റെ നിഗൂഢമായ സിദ്ധാന്തം. മുംബൈ പോലീസിന്റെ പിടിയിലായ ലഷ്കർ ഭീകരൻ അജ്മൽ കസബ് തന്നെ താനാണ് ഹേമന്ത് കാർക്കറെ വെടിവെച്ച് കൊന്നത് എന്ന കാര്യം പോലീസ് മുമ്പാകെ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയുണ്ടായി. അസീസ് ബർണി എന്ന എഴുത്തുകാരൻ ഒരു ഉറുദു പത്രത്തിൽ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ച് എഴുതിയ 100ഓളം നിറം പിടിപ്പിച്ച ലേഖനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ദിഗ്വിജയ് സിംഗ് RSSനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള തന്റെ പുസ്തകം എഴുതിയതെന്നത് വ്യക്തമായിരുന്നു. എന്നാൽ അസീസ് ബർണി എഴുതിയ ലേഖനങ്ങളെല്ലാം കെട്ടുകഥകളാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇതെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞതോടെ ഇപ്പോൾ ദിഗ്വിജയ് സിംഗിന്റെ ഈ പുസ്തകം എവിടെയും കാണാനില്ല, ഒരിടത്തും കിട്ടാനില്ല. ഈയിടെ ഇതേക്കുറിച്ച് അമിത്ഷാ പാർലമെന്റിൽ ദിഗ്വിജയ് സിംഗിനെ ചോദ്യം ചെയ്തിരുന്നു. ദയവായി മൈക്ക് ഓൺ ചെയ്ത് പറയാമോ 26/11 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന്. അമിത്ഷായുടെ ഈ ചോദ്യത്തിന് മുൻപിൽ ദിഗ്വിജയ് സിംഗിന് വാക്കുകൾ ഇല്ലായിരുന്നു. തഹാവൂർ ഹുസൈനെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയതോടെ ഈ ആക്രമണത്തിന്റെ കൂടുതൽ രഹസ്യങ്ങൾ ചുരുളഴിയാനിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ളവരുമായി വരെ തഹാവൂർ ഹുസൈൻ ഈ ആക്രമണത്തിന് മുൻപ് കൊച്ചിയിൽ താജ് ഹോട്ടലിൽ താമസിച്ച് കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. കേരളത്തിൽ ഇസ്ലാമിക മതമൗലികവാദികളുടെ സ്ലീപ്പർ സെല്ലുകൾ വ്യാപകമായി ആരംഭിച്ചത് തഹാവൂർ ഹുസൈൻ എന്ന വ്യക്തി കേരളം സന്ദർശിച്ച് മടങ്ങിയ ശേഷമാണെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ഘട്ടത്തിൽ RSSനെ കുറ്റപ്പെടുത്തി പുസ്തകമെഴുതിയ ദിഗ്വിജയ് സിംഗിനും അതിനെ വാഴ്ത്തിപ്പാടിയ കോൺഗ്രസും കൂടുതൽ പരിഹാസപാത്രങ്ങളാവുകയാണ്. അപ്പോൾ എന്തായിരുന്നു അവരുടെ അജണ്ട? RSSന്റെ നെഞ്ചത്തേക്ക് കയറുക എന്നത് മാത്രമായിരുന്നോ? അല്ല, എങ്ങനെയും അത് തുടച്ചു മാറ്റുക എന്നത് തന്നെയായിരുന്നു. അല്ല എങ്കിൽ തീർച്ചയായും ഇവർക്കും ഈ ആക്രമണങ്ങളിൽ അറിവുണ്ടാകണം, സ്വയം രക്ഷ നേടാൻ ചെയ്തതാകണം. ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്ര കൃത്യതയോടെ ആക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ വന്ന് രാജ്യത്തിനെതിരെ RSS നിന്നു എന്ന തരത്തിൽ ഒരു പുസ്തകം എഴുതാൻ പറ്റുന്നത്? രാജ്യത്തിനുണ്ടായ ഒരു നഷ്ടത്തെ രാഷ്ട്രീയ ലാഭമാക്കി മാറ്റാൻ ശ്രമം നടക്കുമ്പോൾ തീർച്ചയായും അങ്ങനെയുള്ളവരും രാജ്യദ്രോഹികളായി തന്നെ മുദ്രകുത്തപ്പെടേണ്ടവരല്ലേ?
കാത്തിരിക്കുന്നു തഹാവൂർ ഹുസൈൻ ആരുടെ പേര് പറയുമെന്ന് കേൾക്കാൻ.